യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുൻപ് തൻ്റെ ശിഷ്യരെ അടുക്കൽ വിളിച്ചവരോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുവിൻ, സകല ജാതികളോടും പ്രസംഗിക്കുവിൻ. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ കൊണ്ട് എന്നരുളി ചെയ്തു. എന്നിട്ട് കർത്താവ് ഒരു കാര്യം കൂടി പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ രോഗികളുടെ മേൽ കൈവച്ച് എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, വിശ്വാസമാണ് ദൈവപ്രവൃത്തിയെ വിളിച്ചു വരുത്തുന്നത്. നാം വിശ്വസിക്കണം. ദൈവമാണ് നമുക്ക് അധികാരം തരുന്നത്. സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്ന യേശുവിൻ്റെ നാമമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൻ്റെ മുൻപിൽ ഭിക്ഷയാചിക്കുന്ന മുടന്തനായ മനുഷ്യനോട് പറഞ്ഞു, വെള്ളിയും പൊന്നൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, എന്നാൽ ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിനക്ക് തരികയാണ്. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പ്രിയപ്പെട്ടവരെ, അവരുടെ കയ്യിൽ എന്തുണ്ട് എന്നവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. വെള്ളിയേക്കാളും പൊന്നിനേക്കാളും ഒക്കെ വിലപിടിപ്പുള്ളത് യേശു ക്രിസ്തു എന്ന നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന നാമം യേശു ക്രിസ്തു എന്ന നാമം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേൽ ദൈവം തന്നിരിക്കുന്ന നാമത്തിൻ്റെ ശക്തി നിങ്ങൾ അറിയണം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവശക്തി പുറപ്പെടുന്നത്. ആരാണെന്ന് പകൽ വിശ്വസിക്കുന്നത്? യേശു കർത്താവ് തൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ തന്നോട് കൂടെ നടന്ന ശിഷ്യഗണത്തെ പലപ്പോഴായി ഉറപ്പിച്ചിട്ടുണ്ട്. അവരുടെ അകത്ത് വിശ്വാസം ജനിക്കേണ്ടതിന് അവർ കാണുക ഒത്തിരി അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറകിലെല്ലാം അവർക്ക് വിശ്വാസം ഉണ്ടാകണം എന്ന ഒരു വലിയ താല്പര്യം യേശുവിനുണ്ടായിരുന്നു. കാരണം എപ്പോഴും യേശു ഇങ്ങനെ ഈ മാനുഷികമായ രൂപത്തിൽ അവരോടുകൂടി ഉണ്ടാകത്തില്ല. യേശു കർത്താവ് ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്. അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഇവിടുന്ന് മടങ്ങേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ ജനം ദൈവത്തെ വിശ്വാസത്താൽ അറിയേണ്ടതുണ്ട്, വിശ്വാസത്താൽ അനുഗമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അകത്ത് ആ അതിവിശുദ്ധമായ വിശ്വാസം പകരപ്പെടേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് അധികാരം തരികയാണ്. ദൈവം നിങ്ങൾക്ക് അനുവാദം തരികയാണ്. ദൈവം നിങ്ങൾക്ക് കൽപ്പന തരികയാണ്. നിങ്ങൾ പുറപ്പെടുവിൻ, നിങ്ങൾ വിശ്വസിക്കുവിൻ. എൻ്റെ നാമം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾ പറയുന്നത് സംഭവിക്കും. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി പുറപ്പെടാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.